ഫ്രണ്ട്സ്, ഞാൻ ചെന്നൈ എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ കുത്തുകുഴി കോതമംഗലം. നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന തന്നെ ഈ ഒരു സെയിം മെറ്റീരിയലാട്ടോ. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പം എടുത്ത് സ്റ്റിച്ച് ചെയ്ത, അപ്പം ഒത്തിരി വാഷ് ചെയ്തൊക്കെ ഉപയോഗിച്ചതാട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. നല്ലൊരു സെമി സിൽക്കിൽ ഇത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 190 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഞാനിങ്ങനെ നെക്ക് പാറ്റേൺ ഒക്കെ ഇച്ചിരി ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തു. അപ്പം നല്ല, ഞാൻ ഒത്തിരി ഉപയോഗിച്ച ടോപ്പാട്ടോ. 190 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേ നാളിങ്ങനെ നോക്കിയിട്ടത് ഇപ്പോഴെനിക്ക് അതിൻ്റെ റീസ്റ്റോക്ക് കിട്ടിയത് 190 പെർ മീറ്റർ. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പായിട്ട് തയ്ക്കാം. പിന്നെ സാരിയായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ കണ്ടോ, ഇങ്ങനെ എഡ്ജ് രണ്ടും ഇതേപോലെയാണ്. അപ്പോൾ എഡ്ജ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടി വരും, എന്നാലായിരിക്കും നമുക്ക് സാരിയായിട്ട് ഉപയോഗിക്കണം. ഞാൻ അതിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ ഒന്ന് പറയാം കേട്ടോ എത്രയാണെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് കളറ്, 190 പെർ മീറ്റർ. അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. എൻ്റെ വിഡ്ത്ത് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അതെ, അടുത്തത് വരുന്ന അതിൻ്റെ പർപ്പിളാണ്. നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡ്. ഇത് കണ്ടോ, ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡ്. എൻ്റെ നല്ല വശം ഇതല്ലേ. ഇത് 190 ആണ് പെർ മീറ്റർ റേറ്റ്. നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയലുമാണ്. അതിൻ്റെ വിഡ്ത്ത് 45 ഉണ്ട് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുമ്പോൾ. സാരിക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ലതാണ്, കാരണം അങ്ങനെ ഒത്തിരി കനമുള്ള മെറ്റീരിയൽ അല്ല. അപ്പോൾ 45 വിഡ്ത്തുണ്ട്. പക്ഷേ ഒൺലി തിങ് ഇതിൻ്റെ രണ്ട് എഡ്ജും ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടി വരും സാരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ. ടോപ്പിനോ ഫ്രോക്കിനോ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. സാരിക്കും നല്ലതാണ്, മെറ്റീരിയൽ നല്ല കനം കുറഞ്ഞ മെറ്റീരിയലാണ്. അതെ, അടുത്തത് വരുന്നത് നമുക്ക് കോട്ടണിൽ ഹക്കോബ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽ. അതെ, ഇത് കണ്ടോ, കോട്ടണിൽ ഹക്കോബ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽ. ഇതെങ്ങനെയാണ് ഉണ്ടോ, ആ ഹക്കോബ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബേസ് കളർ എന്ന് പറയുന്ന ഒരു ഓഫ് വൈറ്റിൽ ഇതേപോലെ നല്ലൊരു പിങ്ക് ടോണിൽ വരുന്ന ഡിസൈൻ. ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. ചിലപ്പോൾ ഹക്കോബ പാറ്റേൺ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വരാറുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഫ്രോക്കായിട്ടോ, പിള്ളേർക്ക് ഫ്രോക്ക് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പ് എല്ലാം തയ്ക്കാൻ നല്ല മെറ്റീരിയൽ. 280 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതെ, 280. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്ലൗസാക്കി എടുത്ത പ്ലെയിൻ ടോൺ സാരിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ അതിനും വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു റെയർ ഒരു ഗ്രീൻ ടോൺ, നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ. ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഗ്രീനിലിങ്ങനെ ഫ്ലോറൽ ഡിസൈൻ. നമ്മുടെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെ, അടുത്തത് വരുന്നതും എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല ഓഫ് വൈറ്റിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 280 ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 280 പെർ മീറ്റർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ചിലപ്പം ഈ ഒരു പാറ്റേൺ വരുമ്പം കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇതിനു മുമ്പൊക്കെ വരാറുണ്ടായിരുന്നു. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. എന്ത് രസമാണ് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ അല്ലേ, ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ്. 280. അടുത്തത് കണ്ടോ, അയ്യോ ഇത് നല്ല രസം. അടുത്ത് വരുന്നത് ഒരു ഡസ്റ്റി പീച്ച് ടോണിൽ ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ. നല്ലൊരു ഡസ്റ്റി പീച്ചിൽ ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ. 280 തന്നെയാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഇതേ ഒരു ഓഫ് വൈറ്റിൽ ഇതേപോലെ ഒരു ലാവൻഡർ ടോണാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എല്ലാം ആ ഹക്കോബ പാറ്റേൺ തന്നെയാണ്. അതിനകത്തെ കൂടെ ഇങ്ങനെ ഈ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്, ഡിസൈനും വരും. അടുത്ത് വരുന്നത് നമുക്ക് കോട്ട സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്ന
മെറ്റീരിയലാണ്. ഇത് കോട്ട സിൽക്ക്. ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ്, അതായത് ഒരു ലെമൺ യെല്ലോയുടെയൊക്കെ ഒരു ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത്. അതിനകത്ത് ഇതേപോലെ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 130, 130 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് സാരിക്കൊക്കെ നല്ല അടിപൊളിയാട്ടോ. സാരി എടുത്തിട്ട് ഇതിന് ഈ ഒരു ഇച്ചിരി കോൺട്രാസ്റ്റുള്ള ബ്ലൗസും ഒക്കെ എടുത്താൽ നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, ഉടുക്കാനും നല്ല സുഖം, ഒട്ടും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അല്ല. കോട്ട സിൽക്കാണ്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കിടന്നോളും. ഇതിൻ്റെ ആണെങ്കിൽ എഡ്ജൊക്കെ ഫിനിഷ് ചെയ്താണ് വന്നിരിക്കുന്നത്, അപ്പോൾ സാരിക്ക് നല്ല അടിപൊളിയാണ്. അടുത്ത് വരുന്ന അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്. ഇതും കണ്ടോ, നല്ല രസമുള്ളൊരു ഷെയ്ഡ്, വേറൊരു ഡിസൈൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ട് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.